ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ദുർഗാസ് വേൾഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്ന് കാലത്തെ അടുക്കളയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ വാമിമോള് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, അമ്മേ എനിക്ക് ഇലയിൽ ചോറ് വേണം, പൊരിച്ച മീൻ വേണം, ഇപ്പോൾ വേണമെന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, കുഞ്ഞു മക്കൾ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ നമ്മളത് സാധിച്ചെടുക്കണമല്ലോ. അങ്ങനെ അവൾക്ക് ഒരു കുട്ടി പൊതിച്ചോറ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിക്കുന്നു. അവളുടെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ നമുക്ക് കാണാമല്ലോ. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് ആദ്യം തന്നെ തേങ്ങ പൊട്ടിക്കുകയാണ് കേട്ടോ. തേങ്ങ എടുത്തിട്ട് ഒരു കുട്ടി ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു 1000 തവണ വെട്ടിയിട്ടും ആ തേങ്ങ പൊട്ടില്ല എന്നുള്ള ശബ്ദം എടുത്ത് നിൽക്കുകയായിരുന്നു തോന്നുന്നു. അത് പൊട്ടിയില്ല. അമ്മയടുത്ത് പറഞ്ഞപ്പോൾ അമ്മ ഒന്ന് ഒരു കൊട്ട് കൊട്ടിയതും അത് പൊട്ടി കേട്ടോ. ആ പൊട്ടിയ വെള്ളം ഞാൻ തന്നെ അങ്ങ് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് തേങ്ങയൊക്കെ തിരുവി ഒരു കുട്ടി ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ പൊതിച്ചോറിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ചമ്മന്തി മുട്ടയാണല്ലോ. അപ്പോൾ തേങ്ങയൊക്കെ തിരികെ വെച്ചതിൻ്റെ പിറകെ ഞാനൊരു കുട്ടി മുട്ട പൊരിക്കാനായിട്ട് അരിഞ്ഞൊക്കെ കൊടുത്തു. അപ്പോഴത്തേക്കും അമ്മ അതേ ഇവിടെ പപ്പടം പൊരിക്കുന്നുണ്ട്. ഒരു കൊഞ്ചായിരുന്നു കിട്ടിയിരുന്നത്. അതിൽ നിന്ന് അങ്ങനെ 2 കൊഞ്ചെടുത്ത് വാമിമോക്ക് പൊരിക്കാനായിട്ട് പുരട്ടി കേട്ടോ. പുരട്ടിയല്ല, പൊരിച്ചു. അമ്മ തന്നെ അത് പൊരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ദേ വാമിമോക്കുള്ള മുട്ടയ്ക്കുള്ള സംഭവങ്ങളെല്ലാം സെറ്റാക്കി അവിടെ വെച്ചിട്ട് ഞാൻ ചമ്മന്തി അരയ്ക്കാൻ പോയി. ചമ്മന്തിയൊക്കെ അരച്ചുകൊണ്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും വാമിമോക്കുള്ള കുഞ്ഞി മുട്ട അമ്മ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചെറിയൊരു ജലദോഷമായിട്ടാണ് നമ്മുടെ വോയിസ് ഓവറിൽ ഒരു വലുവ് പോലെ സൗണ്ട് വരുന്നത്. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ അതേ നമ്മുടെ കൊഞ്ചിൻ്റെ തല ഞാനങ്ങ് വയറ്റിലാക്കി കേട്ടോ. കാരണം മുള്ളായതുകൊണ്ട് അവൾക്കത് കഴിക്കാൻ പറ്റില്ലല്ലോ. മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തോരൻ ഉണ്ടായിരുന്നു. മുട്ട പൊരിച്ചതും തോരനും പപ്പടവും നമ്മുടെ ചമ്മന്തിയും കൂടെ സെറ്റാക്കി വെച്ചു. എന്നിട്ട് ഒരു ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് തൈരും കൂടെ എടുത്തു കേട്ടോ. പിന്നെ ഞാൻ ദേ ഇവിടെ ഇല വെട്ടാനായിട്ട് പോവുകയാണ്. എന്തായാലും നടന്ന് പെരടത്തിന് അങ്ങ് എത്തിയപ്പോൾ ഒരു കുട്ടി ഇല കിട്ടി. അങ്ങനെ ഞാൻ ആ ഇലയൊക്കെ എടുത്തുകൊണ്ട് നടന്ന് വരികയാണ്. അതേ കണ്ടില്ലേ, അങ്ങനെ വേഗം കൊണ്ടുവന്ന് അമ്മയുടെ കൊടുത്തപ്പോഴത്തേക്കും അമ്മ വേഗം അത് കഴുകി വാട്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വാമിമോൾ ഇതിന് മുമ്പ് പൊതിച്ചോറ് കഴിച്ചത് എന്നാന്ന് ചോദിച്ചാൽ കുഞ്ഞായിരുന്നപ്പോഴായിരുന്നു. പക്ഷേ അന്ന് അവൾ കഴിച്ചൊന്നുമില്ല, വെറുതെ അവൾ ഒരു എന്താ പറയുക കളിയായിരുന്നു. അങ്ങനെ അത് ഇലയൊക്കെ വാട്ടി ഒരു കുട്ടി ചോറിട്ട് അതിലേക്ക് നമ്മുടെ ചമ്മന്തി വെച്ചു, കൊഞ്ച് വെച്ചു, തോരൻ കഴിക്കുമെന്നറിയില്ല, എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചാണ് കേട്ടോ. മുട്ട വെച്ചു. പക്ഷേ പപ്പടം ഞാനതിൽ വെച്ചില്ല, കാരണം പപ്പടം തണുത്തു പോയില്ലേ, അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ അതേ മുട്ട, തോരൻ, ചമ്മന്തി, കൊഞ്ച്, പിന്നെ ഒരു കൊച്ചു ടിന്നിൽ തൈരും കൂടെ ഒഴിച്ച് വെച്ചു കേട്ടോ. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അയാൾ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. നമ്മൾ ഉപ്പും മുളകൊക്കെ കണ്ട് ഞാനിവിടെ ഇരുന്ന് ചോറൊക്കെ കഴിച്ചു. ചോറൊക്കെ കഴിച്ചിട്ട് വാമിമോളെ വിളിക്കാനായിട്ട് പോയി കേട്ടോ. ഞാനവിടെ ചെന്ന ഉടനെ പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, അമ്മയെ ചോറുണ്ടാക്കിയെന്നായിരുന്നു. പക്ഷേ എന്തായാലും ഞാൻ ഒന്നും മിണ്ടിയില്ല. വീട്ടിൽ വന്ന് പുള്ളിക്കാരി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. മോൾ ഒത്തിരി ഹാപ്പി ആയിരുന്നു. അവൾ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടോ. ഞാൻ തന്നെ കഴിച്ചോളാം അമ്മയെന്നും പറഞ്ഞാൽ അയാൾ തന്നെ എന്തായാലും കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും എനിക്ക് സന്തോഷമായി. അവളുടെ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ. നമ്മുടെ ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.